ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം ലിറ്റ്മോസ്ഫിയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ 3 മൊഡ്യൂൾസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് മൊഡ്യൂൾ 4ലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് മിസ്സിങ് ഇൻ ദ ബോയ് ഇൻ ജസ്റ്റിസ് അമീർസ് പോയം? അപ്പോൾ ബോഡി വിത്തൗട്ട് ദ ഡി എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ജസ്റ്റിസ് അമീറിൻ്റെ പോയത്തിലെ BOY അല്ലെങ്കിൽ ബോയിൽ മിസ്സിങ് ആയിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മിസ്സിങ് ആയിട്ടുള്ളത്? ബോഡിയിലെ D ആണ് മിസ്സിങ് ആയിട്ടുള്ളത് അല്ലേ. ജസ്റ്റിസ് അമീർസിൻ്റെ പോയത്തിലെ ബോഡിയിലെ D ആണ് എന്തായിട്ടുള്ളത്? മിസ്സിങ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ ബോഡി വിത്തൗട്ട് ദ D അമീർ സേസ് ദാറ്റ് ദ ബോയ് ഈസ് എ ഹോളോ ഫാക്കേഡ് വൈ? അതായത് അമീറിൻ്റെ പോയത്തിൽ പറയുന്നുണ്ട് എന്താണ്? ദ BOY ഈസ് എ ഹോളോ ഫെക്കേഡ് എന്ന് അല്ലേ. അതായത് പൊള്ളയായ മുഖച്ഛായയാണ് ബോയ് എന്ന് പറയണേന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? ബോയ് എന്ന് പറയുന്നത് ഒരു ഹോളോ ഫാക്കേഡ് തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? അതായത് ബോഡി എന്ന് പറയുന്നത് നൈദർ ബോയ് ഓർ ഗേൾ, അതായത് ബോയും അല്ലായിരിക്കാം ഗേളും ആയിരിക്കാം. ആരാണെന്ന് നമുക്ക് എന്താണ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അല്ലേ. ബോഡി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ബോയുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഗേളുടെ ആയിരിക്കാം. എന്ത് മാത്രമേ അതിനുള്ളൂ? അതിനൊരു ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു അപ്പിയറൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇൻസൈഡ് എന്താണെന്നാണ് പറയണേ? ഹോളോ ആണ്, പൊള്ളയാണെന്നാണ് പറയണേ. അതേപോലെ തന്നെ അത് ഡ്രസ്സ് ചെയ്ത് അതിനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എന്താവുമെന്നും പറയുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഹോളോ ഫെക്കേഡ് എന്ന് പറയണത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് ബോയ്? ബോഡിയും പിന്നെ D മിസ്സിങ് ആയിട്ടുള്ള BOYയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബോഡി എന്ന് പറയുന്നത് അത് മെയിലിൻ്റെ ആവാം ഫീമെയിലിൻ്റെ ആവാം. പക്ഷെ ബോയ് അതായത് വിത്തൗട്ട് D ഇല്ലെങ്കിൽ, ബോഡിയിൽ D ഇല്ല BOY മാത്രമാണെങ്കിൽ അത് എന്തിനെ തന്നെയാണ് റെഫർ ചെയ്യുന്നത്? മെയിലിനെ തന്നെയാണ് റെഫർ ചെയ്യണതെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം ദ സ്ലീപ്പിംഗ് ഫൂൾ? നമ്മൾ ബോഡി വിത്തൗട്ട് ഡീത്തെ കഴിഞ്ഞു. ഇനി സ്ലീപ്പിംഗ് ഫൂളിലേക്ക് വരുമ്പോൾ സ്ലീപ്പിംഗ് ഫൂൾ എന്നുള്ള പോയത്തിൻ്റെ തീമാണ് ചോദിച്ചിട്ടുള്ളത്. സ്ലീപ്പിംഗ് ഫൂളിൽ എന്താണ് പറയുന്നത്? അതായത് നമുക്ക് ഒരു ഐഡിയൽ വുമൺ, എപ്പോഴും ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ, ഐഡിയൽ വുമണിന് വേണ്ട കുറച്ച് സ്റ്റിറോട്ടിപ്പിക്കൽ നോഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പോയമാണിത്. അതുപോലെ തന്നെ ഈ പോയത്തിൽ ആരുണ്ട്? ബ്രൈഡും ഉണ്ട്, ഒരു ഗ്രൂമും ഉണ്ട്. ഇവിടെ ബ്രൈഡ് എന്ത് ചെയ്യാണ്? ബ്രൈഡിനെ ഗ്രൂം എപ്പോഴും ഒരു ഒബ്ജക്റ്റിനെ പോലെ ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ബ്രൈഡിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ബ്രൈഡ് എന്ത് ചെയ്യാണ്? റെഫ്യൂസ് ചെയ്യാണ്. ബ്രൈഡിന് എന്താണ് വേണ്ടത്? അങ്ങനെ ട്രീറ്റ് ചെയ്യല്ല, ഒരു ഒബ്ജക്റ്റിനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യല്ല വേണ്ടത്. പകരം ബ്രൈഡിന് വേണ്ടത്, അവൾക്ക് വേണ്ടത് എന്താണ്? അവളുടെ ഇൻഡിവിജ്വാലിറ്റിയും ഐഡൻറ്റിറ്റിയും പ്ലേസും ഒക്കെയാണ്. അതാണ് ഈ ഒരു പോയത്തിൽ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ പോയം ദ സ്ലീപ്പിംഗ് ഫൂൾ വാട്ട് ഡസ് ദ ഡ്രീമർ ഡു വിത്ത് ഹസ് ഡ്രീം? അതായത് സ്ലീപ്പിംഗ് ഫൂൾ എന്നുള്ള പോയത്തിൽ ഡ്രീമർ തൻ്റെ ഡ്രീം വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? ഡ്രീമർ എന്താ ചെയ്യണേ? ഡ്രീമും കൊണ്ട് ഒളിച്ചോടുകയാണ്. ആ സ്വപ്നം കൊണ്ട് സ്വപ്നകാരൻ ഒളിച്ചോടുകയാണ് ചെയ്യണത്, അബ്സാൻഡ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താണ്? ഡ്രീമർ ആ ഒരു ഡ്രീമും കൊണ്ട് ഒളിച്ചോടുകയാണ് ചെയ്യണത് കേട്ടോ. അടുത്തതാണ്, വാട്ട് ഡസ് ദ ബ്രൈഡ് വോണ്ട് ഇൻ ദ സ്ലീപ്പിംഗ് ഫൂൾ? സ്ലീപ്പിംഗ് ഫൂൾ എന്നുള്ള പോയത്തിൽ ബ്രൈഡിന് എന്താണ് വേണ്ടത്? ബ്രൈഡിന് ഹേഴ്സെൽഫ് ആവണം. അതായത് ബ്രൈഡിന് ഒരിക്കലും ഒരാളുടെ, ഈ ഒരു പോയത്തിൽ ശരിക്കും ഗ്രൂമിൻ്റെ എന്താണ്? ഡ്രീമാണ് ബ്രൈഡ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ബ്രൈഡിന് ഇവിടെ ആരുടെയും ഡ്രീം ആവണ്ട, പകരം എന്താണ് ആവേണ്ടത്? ഡ്രീമറാണ് ആവേണ്ടത്. അവൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം? അവൾക്ക് സ്വപ്നം കാണാനായിട്ട് പറ്റണം എന്നാണ് അവളുടെ ആവശ്യമായിട്ട് അവൾ പറയുന്നത്. അടുത്തതാണ്, വാട്ട് ആർ ദ തിങ്സ് ഹി ഡസ് ഫോർ ഹിസ് ബ്രൈഡ് ഇൻ ദ സ്ലീപ്പിംഗ് ഫൂൾ? സ്ലീപ്പിംഗ് ഫൂളിൽ ഗ്രൂം ബ്രൈഡിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ബ്രൈഡിനെ ഒരു സ്ട്രീമിൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് എന്ത് ചെയ്യും? അവളെ വാഷ് ചെയ്യും, അതുപോലെ തന്നെ അവളെ ബാത്ത് ചെയ്യും. അവൾക്ക് വേണ്ടിയിട്ട് ഡേസീസ് ഗേദർ ചെയ്യുകയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രൂമ് ബ്രൈഡിന് വേണ്ടിയിട്ട് ഈ ഒരു പോയത്തിൽ ചെയ്യുന്നത് കേട്ടോ. അടുത്തതാണ്, വാട്ട് വാസ് ദ പ്രോബ്ലം ഓഫ് ദ കസ്റ്റമർ ഇൻ ദി കോക്രോച്ച്? കോക്രോച്ചിൽ എന്തായിരുന്നു കസ്റ്റമറിൻ്റെ പ്രോബ്ലം എന്ന്? കസ്റ്റമറിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു? കസ്റ്റമർക്ക് ആ സെർവ് ചെയ്തിരിക്കുന്ന സലാഡിൽ നിന്ന് ഒരു ഡെഡായിട്ടുള്ള കോക്രോച്ചിനെ കിട്ടും അല്ലേ. അങ്ങനെ അയാൾക്ക് അത് കിട്ടുമ്പോൾ അയാൾ ദേഷ്യപ്പെട്ട് ഹെഡ് വെയിറ്ററോട് ആ ഒരു
കാര്യം പറയാണ് ചെയ്യുന്നത്. എന്താണ് അയാളുടെ പ്രോബ്ലം ആയിരുന്നത്? അയാൾക്ക് സെർവ് ചെയ്യുന്ന സലാഡിൽ നിന്ന് അയാൾക്കൊരു ഡെഡ് കോക്രോച്ചിനെ കിട്ടും. അത് അയാൾ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഹെഡ് വെയിറ്ററോട് പറയുന്നതായിരുന്നു കോക്രോച്ചിലെ കസ്റ്റമറുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. വാട്ട് ഡിഡ് ദ ജനറൽ ഡു വിത്ത് ദ കോക്രോച്ച്? കോക്രോച്ചിനെ കൊണ്ട് ലാസ്റ്റ് ജനറൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ അദ്ദേഹം ചെയ്യുന്നത്? ഒലീവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കോക്രോച്ചിനെ സ്വോളോ ചെയ്യും, വിഴുങ്ങാണ് ചെയ്യുന്നത്. ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ആ ഒരു കോക്രോച്ചിനെ ഒലീവാണെന്ന് പറഞ്ഞിട്ട് വിഴുങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ദ കസ്റ്റമർ സേ ഇറ്റ് വാസ് നോട്ട് ആൻ ആക്സിഡൻറ്റ്? എന്തുകൊണ്ടാണ് കസ്റ്റമർ പറയുന്നത് അതൊരു ആക്സിഡൻ്റ് അല്ലായിരുന്നു എന്ന്? എന്താണ്? അതായത് ആ കോക്രോച്ച് ആ സലാഡിൽ വീണത് അല്ലെങ്കിൽ സലാഡിൽ ഉണ്ടായിരുന്നത് ഒരു ആക്സിഡൻ്റ് അല്ല എന്ന് കസ്റ്റമർ പറയാനായിട്ടുള്ള കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോക്രോച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഡെഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കില്ല, ആ പാക്കിൻ്റെ പുറത്തേക്ക് വന്നിട്ട് കിച്ചണിലൊക്കെ വണ്ടർ ചെയ്തിട്ട് സലാഡിൽ തന്നെ ലാൻഡ് ചെയ്തതാവില്ല. അതുകൊണ്ട് അതൊരു ആക്സിഡൻ്റ് ആവാൻ ചാൻസ് ഇല്ല. ഇറ്റ് വാസ് നോട്ട് ആൻ ആക്സിഡൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് അത് സ്വന്തമായിട്ട് തന്നെ വീണതല്ല, ആക്സിഡൻ്റലി സംഭവിച്ചതല്ല എന്നാണ് കസ്റ്റമർ വാദിക്കുന്നത് കേട്ടോ. അടുത്തതാണ് ഡിസ്ക്രൈബ് പേൾസ് ഫസ്റ്റ് അപ്പിയറൻസ്. പേള് എങ്ങനെയായിരുന്നു ഫസ്റ്റ് അപ്പിയറൻസ് കമ്പനിയിൽ വന്നേന്ന്? എങ്ങനെയായിരുന്നു? സിമ്പിളായിട്ടുള്ള ഒരു നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഫസ്റ്റ് BRO ക്യാപിറ്റലിൽ പേള് വരുന്നത്. പക്ഷേ പേളിനെ എന്ത് ചെയ്യാണ്? അവിടുത്തെ മെയിൽ കൊളീഗ്സ് ഇഗ്നോർ ചെയ്യാണ്, മൈൻഡ് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പേൾ എന്ത് ചെയ്യുന്നത്? പേളിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ആദ്യം പേള് വരുമ്പോൾ പേള് വളരെ സിമ്പിളായിട്ടുള്ള നോർമൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് അപ്പിയർ ചെയ്തത്. അടുത്തതാണ്, വൈ ഡിഡ് പേൾ ചേഞ്ച് ഹെർ അപ്പിയറൻസ്? എന്തുകൊണ്ടാണ് പേള് അവളുടെ അപ്പിയറൻസ് മാറ്റിയത്? ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ കൊളീഗ്സ് അവളെ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു. പിന്നെ അവൾ എന്ത് ചെയ്തു? കമ്പനിയിൽ അവരുടെ ടീമിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടു. ആ ഫോട്ടോഗ്രാഫിൽ എല്ലാവരും എന്താണ്? വൈറ്റ് മാൻ ആണ്. അവർ എക്സലൻ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇട്ടിട്ട് ഫൈൻ ഹെയർ സ്റ്റൈൽസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവളും എന്ത് ചെയ്തു? ആ ഒരു സിമിലർ ഫാഷനിലേക്ക് അവളും ചേഞ്ച് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മെറ്റഫോർ ഫോർ വുമൺ യൂസ്ഡ് ഇൻ ദ ഷോർട്ട് ഫിലിം പേൾ? പേൾ എന്നുള്ള ഷോർട്ട് ഫിലിമിൽ വുമണിനെ കാണിക്കാനായിട്ട്, കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത മെറ്റഫർ എന്താണ്? പിങ്ക് ബോൾ ഓഫ് യാൺ. പിങ്ക് ബോൾ ഓഫ് യാൺ എന്നുള്ളതാണ് നമ്മുടെ ഷോർട്ട് ഫിലിമായിട്ടുള്ള പേളിൽ വുമണിനെ സിമിലറൈസ് ചെയ്യുന്ന ഒരു മെറ്റഫറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏതാണ് മെറ്റഫർ? പിങ്ക് ബോൾ ഓഫ് യാൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് കൈൻഡ് ഓഫ് റിസപ്ഷൻ ഡിഡ് പേൾ ഗെറ്റ് ഓൺ ഹെർ ഫസ്റ്റ് ഡേ? പേളിന് അവളുടെ ഫസ്റ്റ് ഡേ, ഷോർട്ട് ഫിലിമിൽ അവളുടെ ഫസ്റ്റ് ഡേയിൽ കിട്ടിയിട്ടുള്ള ആ ഒരു റിസപ്ഷൻ, സ്വീകരണം എങ്ങനെയായിരുന്നു? പേളിന് നല്ല സ്വീകരണമാണോ കിട്ടിയത്? അല്ല അല്ലേ. ഫസ്റ്റ് ഡേ കിട്ടിയത് ഒരു കോൾഡ് വൺ ആയിരുന്നു. അതായത് അവളെ ആരും തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സ്വീകരണമാണ് അവൾക്ക് ഫസ്റ്റ് ഡേ കിട്ടിയത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു ഇസ് ലേസി? ലേസി ആരാണ്? ഒരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു ബോൾ ഓഫ് യാണാണ്. ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറേവ് ചെയ്യുന്ന ഒരു യാണാണ് എന്തെന്ന് പറയുന്നത്? ലേസി എന്ന് പറയുന്നത്. ഒരു യെല്ലോ കളേർഡ് ബോൾ ഓഫ് യാണാണ് ലേസി എന്ന് പറയുന്ന ക്യാരക്ടർ കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞത് ഓക്കെയാണ്. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 4 മൊഡ്യൂളിലെത്തി നമ്മൾ ഏകദേശം ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായിട്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഇടാനായിട്ട് പോകുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുപോലെ ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുത്തിട്ട് അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കുക.